സാങ്കേതിക ചില സംശയങ്ങൾ, സാങ്കേതികപരമായി ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 5 മിനിറ്റ് കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിക്രം ഒന്നിൻ്റെ വിക്ഷേപണം അല്പമൊന്ന് വൈകുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കൗണ്ട് ഡൗൺ നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു നീട്ടുന്നു എന്നുള്ളതല്ല, ഒരു 5 മിനിറ്റ് കൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ് സ്കൈ റൂട്ടിൻ്റെതായി പുറത്തു വരുന്ന ചില സൂചനകൾ. ഒരു മുൻകരുതൽ നടപടി എന്ന വണ്ണമാണ് ഇത്തരത്തിൽ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 11:30 കൂടിയായിരുന്നു വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ സമയം 11:35 ആകുന്നു. ഐസൺ, എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറയുമ്പോൾ അതിലൊരു അനിശ്ചിതത്വം ഇല്ല എന്ന് തന്നെ വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് ചിന്തിക്കാം അല്ലേ? തീർച്ചയായും നിലവിൽ നമുക്ക് ഈ സ്കൈ റൂട്ടിൻ്റെ തന്നെ ഔദ്യോഗികമായ ചില വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 മിനിറ്റിനകം തന്നെ ഇത് വീണ്ടും റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതികമായ വശങ്ങളാണ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സോഫ്റ്റ്വെയർ കൗണ്ട് ഡൗണുമായി ബന്ധപ്പെട്ട ചില സോഫ്റ്റ്വെയറുകളിൽ ചില ചെക്ക് പോയിന്റുകൾ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഇഗ്നിഷന് മുന്നോടിയായി ഈ നീക്കം നടന്നിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ സ്കൈ റൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല എങ്കിൽ കൂടി ഒരു 12 മിനിറ്റ് കൂടി ചിലപ്പോൾ എടുക്കുമെന്ന ഒരു പ്രാഥമിക സൂചനയൊക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ റോക്കറ്റിൻ്റെ ലോഞ്ച് നടക്കുമെന്നാണ് അല്പസമയം മുമ്പ് ഔദ്യോഗികമായി സ്കൈ റൂട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ ലോഞ്ച് നടക്കുമ്പോൾ വിവിധ ഘട്ടങ്ങളിലായാണ് ഈ ലോഞ്ചിൻ്റെ പല ഭാഗങ്ങളും പല നീക്കങ്ങളും നടക്കുക. ഇതിൽ 4 ഘട്ടത്തിലാണ് ഈ റോക്കറ്റ് പ്രവർത്തിക്കുന്നത്. 4 ഘട്ടത്തിൽ ആദ്യത്തെ 3 ഘട്ടം ഖര ഇന്ധനത്തിലും പിന്നീട് ദ്രവ ഇന്ധനത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രൊപ്പല്ലൻറ്റുകൾ 2 തരം പ്രൊപ്പല്ലൻറ്റുകളാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഇത് പല രീതിയിലുള്ള ഡയറക്ഷനിലും അത് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണങ്ങളും എല്ലാം തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സെൽഫ് ആക്ടിവേറ്റ് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സംവിധാനം താൽക്കാലികമായെങ്കിലും അത് സെൽഫ് ആക്ടിവേഷൻ നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ സ്കൈ റൂട്ട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ തന്നെ സ്കൈ റൂട്ട് ഈ റോക്കറ്റിൻ്റെ ലോഞ്ച് നടക്കുമെന്നാണ് അല്പസമയത്തിനകം തന്നെ നടക്കുമെന്ന വിശദീകരണം തന്നെയാണ് നൽകുന്നത്. ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഓരോ ഘടകങ്ങളും റോക്കറ്റിൻ്റെ സമ്പൂർണ്ണ ഘടകങ്ങളും അതിൻ്റെ കൺട്രോൾ പാനൽ സംവിധാനങ്ങളും അതിൻ്റെ കൺട്രോൾ സംവിധാനങ്ങളും അത് ഭൂമിയിൽ നിന്നും റോക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ പെർഫെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു അവസാനവട്ട പരീക്ഷണം ഒരു സാങ്കേതികത്വത്തിൻ്റെ ഭാഗമായി വീണ്ടും സോഫ്റ്റ്വെയറുകളുടെ ഒരു സെൽഫ് ആക്ടിവേഷൻ വഴി നടപ്പായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ലോഞ്ച് നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇത് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാരതത്തിലെ തന്നെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ വിക്ഷേപണം വൈകുകയാണ്. 11:30 കൂടിയായിരുന്നു വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഒരു 4 മിനിറ്റും 59 സെക്കൻഡുമുള്ള ഘട്ടത്തിൽ ഈ ഒരു കൗണ്ട് ഡൗൺ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിനുശേഷം ഇപ്പോൾ സമയം 11:38 ആകുന്നു. ഇതുവരെയും വിക്രം 1ന്റെ റോക്കറ്റ് വിക്ഷേപണം നടന്നിട്ടില്ല. അത് വിക്ഷേപണം വൈകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിലും വിക്ഷേപണം ഒരു 12 മിനിറ്റ് കാത്തിരിക്കൂ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. അതുതന്നെയാണ് നമ്മുടെ ഐസണും സയൻസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഐസൺ, നമുക്ക് ഈ ഒരു റോക്കറ്റിന്റെ വിക്ഷേപണം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റാണ് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇത് എത്രത്തോളം സ്വകാര്യ മേഖലയിൽ മാറ്റം വരുത്തും ഐസൺ? തീർച്ചയായും രാഖി, സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ റോക്കറ്റ് നിർമ്മാണ രംഗം എന്ന് പറയുന്നത് ഒരു വലിയ വ്യവസായമാണ്. ആ വ്യവസായത്തിൽ നിരവധിയായ സംവിധാനങ്ങളുണ്ട്. അതായത് ഒരു വ്യവസായത്തിൻ്റെ എല്ലാ മേഖലകളും, സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളും ടച്ച് ചെയ്യുന്നൊരു വ്യവസായമാണ് റോക്കറ്റ് സാങ്കേതിക വിദ്യ. അതിൽ ഇലക്ട്രോണിക്സിൻ്റെ രംഗങ്ങളുണ്ട്, ഏവിയോണിക്സിൻ്റെ രംഗങ്ങളുണ്ട്. എല്ലാ രംഗങ്ങളും, സിവിൽ എഞ്ചിനീയറിംഗ് മുതൽ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇൻറ്റഗ്രേഷനാണ് ഓരോ റോക്കറ്റ് ലോഞ്ചും എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, അതിൻ്റെ പ്രൊപ്പല്ലൻറ്റുകളെ കണ്ടെത്തുക, പ്രൊപ്പല്ലൻറ്റുകൾ നിർമ്മിക്കുക, അത്തരത്തിൽ വിശാലമായ പ്രവർത്തനങ്ങൾ വൻതോതിൽ നടക്കേണ്ട ഒരു പ്രവർത്തന മേഖല കൂടിയാണ് റോക്കറ്റ് വിക്ഷേപണ രംഗം. അതുകൊണ്ട് തന്നെ വൻതോതിൽ തൊഴിൽ സാധ്യത, വൻതോതിൽ ടെക്നോക്രാറ്റുകളുടെ സാധ്യത, അതുപോലെ തന്നെ വൻതോതിൽ തൊഴിലവസരങ്ങളുണ്ടാകുന്നു, ശാസ്ത്രജ്ഞർക്ക് അവസരമുണ്ടാകുന്നു, ഗവേഷണങ്ങൾക്ക് അവസരമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ബഹിരാകാശ നിലയം, സ്വന്തമായ ബഹിരാകാശ നിലയം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിവിധങ്ങളായ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള ലോഞ്ചുകൾ നടക്കേണ്ടതുണ്ട്. പല ഉപകരണങ്ങൾ ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗമായി ട്രാൻസ്പോർട്ട്
ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി വൻതോതിൽ റോക്കറ്റുകൾ ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇവിടെ ഏറ്റവും ഗൗരവപൂർണ്ണമാകുന്നത്. ലോ ഓർബിറ്റ് സാറ്റലൈറ്റുകളും അതുപോലെ തന്നെ PSLV പോലുള്ള വലിയ റോക്കറ്റുകൾ നിർമ്മിച്ച് പോളാർ ഓർബിറ്റിലേക്കൊക്കെ ലോഞ്ച് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയിൽ കൂടി തയ്യാറാകുന്നതോടെ ഭാരതത്തിൻ്റെ ആ രംഗം തന്നെ വൻതോതിൽ വികസിക്കാനുള്ളൊരു സാധ്യതയാണ് തുറന്നു കിട്ടുക. നമുക്കറിയാവുന്നതാണ് ഈ റോക്കറ്റിൻ്റെ ഓരോ ഘടകങ്ങളും പ്രവർത്തനക്ഷമമാക്കുന്നതിനും ഓരോ ഘടകങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിലും അത് വലിയ വ്യവസായം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട്, അതുപോലെ ചെറുകിട വ്യവസായങ്ങളുണ്ട്, റോക്കറ്റിൻ്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, റോക്കറ്റിൻ്റെ സാങ്കേതികവിദ്യ നിർമ്മിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ ഒരു സിസ്റ്റം വളർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്കറിയാവുന്നതാണ്. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാഥമിക ഉൽപ്പന്നം എന്നതിന് അപ്പുറം ആ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തിന് അനുകൂലമായ അനിവാര്യമായ ഘടകങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ ഉണ്ടാവുകയും വൻതോതിൽ ഒരു വ്യവസായം ഉണ്ടാവുകയും ചെയ്യും. സ്റ്റീൽ ഇൻഡസ്ട്രിയൊക്കെ പോലെ വൻതോതിൽ വ്യവസായം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്യും. അത്തരമൊരു പശ്ചാത്തലം ഒരുക്കുന്ന ഒരു സൗകര്യമാണ് പ്രധാനമായും ഈ റോക്കറ്റ് ലോഞ്ചുകളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ റോക്കറ്റ് ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. മാത്രമല്ല ചെറു സാറ്റലൈറ്റുകൾ ധാരാളമായി വിന്യസിക്കുന്നതിനും കാര്യക്ഷമമായി റോക്കറ്റ് ലോഞ്ചുകളുടെ ഫ്രീക്വൻസി കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും വൻതോതിൽ ഫ്രീക്വൻ്റായി റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഏറ്റവും വലിയൊരു മേഖലയായി തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ കണ്ടാണ് ഏറ്റവും പ്രധാനമായ ഈ റോക്കറ്റ് ലോഞ്ചുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് സാറ്റലൈറ്റ് നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ റോക്കറ്റ് നിർമ്മാണ രംഗത്തും റോക്കറ്റിൻ്റെ വിക്ഷേപണ രംഗത്തുമൊക്കെ ഇനി കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുന്ന ഒരു അവസരം തുറക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ഈ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കത്തിൻ്റെ ലക്ഷ്യം. രാഖി, എന്തായാലും ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ വിക്ഷേപണം വൈകുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളുണ്ട്, അത് പരിഹരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഒരു 11:30 ദൗത്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഒരു മുൻകരുതൽ നടപടി എന്നോണം താൽക്കാലികമായി കൗണ്ട് ഡൗൺ നിർത്തിവെച്ചു എന്നുള്ളതാണ് സ്കൈ റൂട്ടിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. എന്തായാലും ഒരു 12 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇത് വിക്ഷേപിക്കും എന്നുള്ളതാണ്